മാസപ്പടി വിവാദത്തിൽ പുതിയ വെളിപ്പെടുത്തലുകൾ കുരുങ്ങി മാത്യു കുഴിനാടൻ എം.എൽ.എ. ഇന്ന് ഉച്ചയ്ക്ക് മാധ്യമങ്ങളെക്കാണ് വിഷയം നിയമസഭയിൽ ഉന്നയിക്കാൻ ശ്രമിച്ചത്. സ്പീക്കർ തടഞ്ഞിരുന്നു. വേഗമായി അഖിൽ പാലോട്ടുമടം ചേരുകയാണ്. അഖിൽ, ഇന്ന് ഉച്ചയ്ക്കാണ് അദ്ദേഹം മാധ്യമങ്ങളെ കാണുക. നിർണായകമായ ചില രേഖകൾ പുറത്തുവിടും, നിർണായകമായ ചില തെളിവുകൾ പുറത്തുവിടുമെന്ന് അദ്ദേഹം ഇന്നലെ തന്നെ സൂചിപ്പിച്ചിരുന്നു. ഇന്നും നിയമസഭയിൽ അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഇതുമായി മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? കെ.പി. മാസപ്പടി വിവാദത്തിൽ മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ ഉള്ള അന്വേഷണത്തിൽ കൂടുതൽ തെളിവുകൾ പുറത്തുവിടാനുണ്ട് എന്ന് തന്നെയാണ് മാത്യു കുഴിനാടൻ കഴിഞ്ഞ ദിവസം നിയമസഭയിലും ഒരു ചോദ്യോത്തരവേളയിൽ ഉന്നയിച്ചിരുന്നത്. അതിനു പിന്നാലെ അതിന് അനുമതി നിഷേധിച്ചതിനെ തുടർന്നാണ് ഇന്ന് ജനസമക്ഷം കാര്യങ്ങൾ തുറന്നു പറയാനും രേഖകൾ പുറത്തുവിടാനും വേണ്ടി തയ്യാറാകുന്നത് എന്നതാണ് ഇപ്പോൾ മാത്യു അറിയിച്ചിട്ടുള്ളത്. ഉച്ചയ്ക്ക് 1:30 മാധ്യമങ്ങളെ കണ്ട മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെയുള്ള കൂടുതൽ തെളിവുകൾ പുറത്തുവിടും എന്നാണ് മാത്യു അറിയിച്ചിട്ടുള്ളത്. ഇപ്പോഴും നിയമസഭയിൽ ഈ കാര്യവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ തന്നെയാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. കഴിഞ്ഞ ദിവസം സ്പീക്കർ അടിയന്തര പ്രമേയവുമായി ബന്ധപ്പെട്ട പ്രതിപക്ഷം മാത്യുവിൻ്റെ ആരോപണങ്ങൾക്ക് സ്പീക്കർ അനുമതി നിശ്ചയിച്ചിരുന്നു. ആ കാര്യത്തിൽ പ്രതിപക്ഷ നേതാവ് തന്നെ ഇപ്പോൾ സ്പീക്കറുമായി ഒരു ആശയവിനിമയം നടത്തുകയാണ്. പ്രതിപക്ഷ നേതാവ് പറയുന്നത് ഇതിൽ ഒരു സഭയിൽ ഒരു അംഗത്തിനെതിരെ റൂൾ 50 അനുസരിച്ച് ഒരു അഴിമതി ആരോപണത്തിന് ഉന്നയിക്കാൻ വേണ്ടി ഏതെങ്കിലും തരത്തിലൊരു അവകാശം നോട്ടീസ് നൽകിയ അതിന് സ്പീക്കറുടെ തന്നെ വിവേചനാധികാരമാണ്. അതിന് നൽകണമോ അല്ലെങ്കിൽ ആ മതിയായ രേഖകൾ ഉണ്ടോ എന്നതൊക്കെ തന്നെ. പക്ഷേ അത്തരത്തിൽ രേഖകൾ ഉണ്ടായിട്ട് പോലും അനുമതി നിഷേധിച്ചത് അത് അംഗീകരിക്കാൻ കഴിയില്ല എന്നതായിരുന്നു പ്രതിപക്ഷ നേതാവ് അല്പസമയം മുമ്പ് നിയമസഭയിൽ പറഞ്ഞത്. പക്ഷേ ആ നിയമസഭയിൽ ആ കാര്യം അവതരിപ്പിക്കാൻ കഴിയാതെ വന്നതോടുകൂടിയാണ് പ്രതിപക്ഷം ജനസമക്ഷം കാര്യങ്ങൾ അവതരിപ്പിക്കാൻ വേണ്ടി ഇപ്പോൾ തയ്യാറെടുത്തിരിക്കുന്നത്. ഏകദേശം 1 മണിക്കൂർ കഴിയുമ്പോൾ ഈ കാര്യവുമായി ബന്ധപ്പെട്ട് മാത്യു കുഴിനാടൻ മാധ്യമങ്ങളെ കാണാൻ തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. അദ്ദേഹം ഏതൊക്കെ രേഖകളാണ് പുറത്തുവിടുന്നത്? കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നമുക്കറിയാൻ സാധിച്ചത് സ്പീക്കറുടെ അനുമതിക്കായി നിയമസഭയിൽ അദ്ദേഹം ഈ വ്യവസായ വകുപ്പുമായി ബന്ധപ്പെട്ട് വ്യവസായ വകുപ്പിൻ്റെ ഡയറക്ടർ മന്ത്രിക്ക് നൽകിയ കത്തായിരുന്നു രേഖാമൂലം നൽകിയിരുന്നത്. അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ രേഖാമൂലം നൽകിയിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇനി വരുന്ന ദിവസങ്ങളിൽ ഏതൊക്കെ രേഖകളായിരിക്കും പുറത്തേക്ക് വിടുക എന്നത് നമുക്കറിയേണ്ടതുണ്ട്. എന്തായാലും മാത്യു ഉച്ചയ്ക്ക് 1:30 മാധ്യമങ്ങളെ കാണുന്ന സമയത്ത് മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ എന്തെല്ലാം രേഖകൾ പുറത്തുവിടും എന്നത് അഖിൽ, അത് തന്നെയാണ് ഇന്നലെ മാത്യു കുഴിനാടനും പി.സി. വിഷ്ണുനാഥനും ഒക്കെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ മാത്യു കുഴിനാടൻ സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്. നിയമസഭയ്ക്ക് മുന്നിൽ ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ, ചില രേഖകൾ വെക്കുമ്പോൾ അത് പൊതുസമൂഹത്തിന് മുന്നിലാണ് വെക്കുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായ തെളിവുകളും കൃത്യമായ രേഖകളുമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് ധൈര്യസമേതം ഇത്തരത്തിൽ മുഖ്യമന്ത്രിയോടാണ് മുഖ്യമന്ത്രിയുടെ കാര്യങ്ങളാണ് പറയുന്നത്. മുഖ്യമന്ത്രിയുടെ മകളെക്കുറിച്ചാണ്, സംസ്ഥാന സർക്കാരിനെ കുറ്റപ്പെടുത്തുന്ന രീതിയിലാണ്. അപ്പോൾ കൃത്യമായ തെളിവുകളില്ലാതെ ഉന്നയിക്കില്ല. അത് പൊതുസമൂഹത്തോട് ചെയ്യുന്നൊരു വഞ്ചനയാണെന്ന് അദ്ദേഹം സൂചിപ്പിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ കൃത്യമായ തെളിവുകൾ മാത്യു കുഴിനാടൻ്റെ കയ്യിൽ ഉണ്ട് എന്ന് തന്നെയാണ് ഇന്നലെ പി.സി. വിഷ്ണുനാഥും സൂചിപ്പിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് അദ്ദേഹം മാധ്യമങ്ങളെ കാണുമ്പോൾ കൂടുതൽ വെളിപ്പെടുത്തലുകൾ നടത്തുമ്പോൾ ഇപ്പോൾ തന്നെ പ്രതിരോധത്തിലായ മുഖ്യമന്ത്രിയെയും സർക്കാരിനെയും സംബന്ധിച്ചിടത്തോളം കൂടുതൽ പ്രതിരോധം സൃഷ്ടിക്കുമെന്ന് ഉറപ്പാണല്ലേ? പ്രതിപക്ഷം വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ഈ രേഖകൾ പുറത്തുവിടാൻ വേണ്ടി. ഇന്നലെയും നിയമസഭയിലായിരുന്നു ആ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ വേണ്ടി. കാരണം നിയമസഭയിലാണ് ഒരു നിയമനിർമ്മാണ സഭ എന്ന നിലക്ക് എം.എൽ.എമാർ മറ്റൊരു ജനപ്രതിനിധിയുടെ അഴിമതി ആരോപണങ്ങൾ ഉന്നയിക്കണമെന്നുണ്ടെങ്കിൽ അത് രേഖാമൂലം നൽകണമെന്ന ബോധ്യത്തോടു കൂടിയാണ് മാത്യു കുഴിനാടൻ അത്തരത്തിലൊരു റൂൾ 50 അനുസരിച്ചൊരു നോട്ടീസ് നൽകിയിരുന്നത്. കാരണം അതിനു മുമ്പ് നിലമ്പൂർ എം.എൽ.എ പി.വി. അൻവർ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെതിരെ ഒരു രേഖകളുമില്ലാതെ അഴിമതി ആരോപണത്തിന് വേണ്ടിയിട്ട് നോട്ടീസ് നൽകുമ്പോൾ അതിന് സ്പീക്കർ അനുമതി നൽകിയിരുന്നു. പക്ഷേ രേഖകൾ സഹിതം നോട്ടീസ് നൽകിയിട്ട് പോലും പ്രതിപക്ഷത്തിന് അത്തരത്തിലൊരു അഴിമതി ആരോപണം സഹിതം സഭയിൽ ഉന്നയിക്കാൻ കഴിയുന്നില്ല എന്നൊരു വിമർശനം പ്രതിപക്ഷ നേതാവും അതുപോലെ തന്നെ മാത്യുവും ഒക്കെ തന്നെ ഇന്നലെയും ആ കാര്യങ്ങളൊക്കെ തന്നെ പരാമർശിച്ചിരുന്നു. അതിനു പിന്നാലെയാണ് ഇന്ന് മാത്യു മാധ്യമങ്ങളെ കണ്ട് ജനസമക്ഷം തന്നെ ഈ കാര്യങ്ങൾ വെളിപ്പെടുത്താൻ വേണ്ടി തയ്യാറെടുത്തിരിക്കുന്നത്. ഇന്നലെ നിയമസഭയിൽ ഉന്നയിച്ചതുകൊണ്ടാണ് ഇന്നലെ ആ കാര്യങ്ങൾ പറയാൻ സാധിക്കുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞു വെച്ചത്. എന്തായാലും ഉച്ചയ്ക്ക് 1:30 കെ.പി.സി.സിയിൽ അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനം ഉണ്ടാവുക. വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം മാസപ്പടി വിവാദവുമായി ബന്ധപ്പെട്ട് വ്യവസായ വകുപ്പുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ കൈകളിലുള്ള രേഖകൾ പുറത്തുവിടും എന്നതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും പ്രതിപക്ഷം ഇക്കാര്യത്തിൽ വലിയ ജാഗ്രതയോടുകൂടി തന്നെയാണ് കാര്യങ്ങളെ നോക്കിക്കാണുന്നത്. വലിയ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് സർക്കാരിനെതിരെ ഈ അഴിമതി ആരോപണങ്ങൾ മുന്നോട്ട് കൊണ്ടുവരുവാനും പ്രതിപക്ഷം തയ്യാറെടുക്കുന്നതെന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. കാരണം അല്പസമയം മുമ്പ് നിയമസഭയിൽ സ്പീക്കറുടെ വിവേചനാധികാരമാണ്. ആർക്ക് ഏതെങ്കിലും സഭയിലെ അംഗത്തിന് എതിരെയുള്ള അഴിമതി ആരോപണം ഉന്നയിക്കണമെങ്കിൽ രേഖകൾ
പരിശോധിച്ച് അനുമതി നൽകേണ്ടത് അത് സ്പീക്കറുടെ വിവേചനാധികാരമാണെന്ന് പ്രതിപക്ഷ നേതാവ് ഓർമ്മപ്പെടുത്തുമ്പോഴും പക്ഷേ ഇത്തരത്തിൽ ചില കീഴ്വഴക്കങ്ങൾ സ്പീക്കർ അത് മറികടക്കുന്നു എന്ന ഒരു വിമർശനവും പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. എന്തായാലും 1:30 മാത്യു കുഴൽനാടൻ ഈ രേഖകളുമായി മാധ്യമങ്ങളെ കണ്ടതിനു ശേഷം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ വീണയ്ക്കെതിരെ വീണയ്ക്ക് ഒരു കവചമൊരുക്കി, വീണയ്ക്ക് സംരക്ഷണം ഒരുക്കിയെന്നത് CPM ആണ്. CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന സെക്രട്ടറിയും മുതിർന്ന നേതാക്കളും ഒക്കെ തന്നെ വീണയ്ക്ക് ഒരു കവചമൊരുക്കി രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. മാത്യുവിന്റെ ആരോപണങ്ങൾക്ക് പിന്നാലെ CPM ഏത് തരത്തിലായിരിക്കും ഒരു രാഷ്ട്രീയ നിലപാടെടുക്കുക എന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ടതുണ്ട്. എന്തായാലും വീണ വിജയനെ സംബന്ധിച്ചിടത്തോളം കോടതിയുടെ പരാമർശമുണ്ടാകുന്നു, SFIയുടെ അന്വേഷണം ദ്രുതഗതിയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ കാര്യത്തിനും കൂടുതൽ തെളിവുകളോടെ മുന്നോട്ട് വരുമ്പോൾ അത് ഏത് തരത്തിലായിരിക്കും സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം, CPMനെ സംബന്ധിച്ചിടത്തോളം, അതിലുപരി മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം പ്രതിക്കൂട്ടിലാവുക എന്നതാണ് രാഷ്ട്രീയ കേരളം നോക്കിക്കാണുന്നത്. KP.